മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച സിനിമയാണ് പ്രേമം. ഒരു ഫിലിമിന്റെ നായികയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കണം. സ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആണ് മലര് എന്ന് പറയുന്ന ഈ ഫീമെയിൽ ലീഡിന് ഇത്രയധികം പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത്. യാതൊരു സംശയം വേണ്ട, ആ ക്യാരക്ടർ ചെയ്ത സായി പല്ലവി എന്ന ആക്ട്രസ് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹീറോയിൻ തന്നെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററിയിൽ, അതും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ. അത്രയധികം ഇമ്പാക്റ്റ് ആണ് ആളുകളുടെ ഇടയിൽ ആ നായിക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. പ്രേമം ഫിലിം ഇറങ്ങിയ മുതൽ ഇന്ന് വരയ്ക്കും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സായി പല്ലവിയുടെ അടുത്ത പ്രോജക്റ്റ് ഏതാണ്, എന്താണ് അടുത്ത പ്ലാൻസ് എന്നൊക്കെ. പക്ഷെ ഇതുവരയ്ക്കും ആള് കാര്യമായിട്ടും ഈ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ റിപ്പോർട്ട്സ് അനുസരിച്ച് അറിയാൻ കഴിഞ്ഞത് ദുൽഖർ സൽമാന്റെ നായികയായിട്ട് അടുത്ത് തന്നെ മറ്റൊരു ചിത്രം കൂടെ ചെയ്യാൻ പോവുകയാണ് സായി പല്ലവി എന്നതാണ്. ആ ഫിലിം ഡയറക്ട് ചെയ്യുന്നത് സമീർ താഹിർ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഫിലിമിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ കാര്യമായിട്ടുള്ള മറുപടിയൊന്നും ലഭിച്ചില്ല. ഇതിനു മുമ്പ് സായി പല്ലവി ആസിഫ് അലിയുടെ ഹീറോയിനായിട്ട് എത്താൻ പോകുന്നു എന്നതാണ് കേട്ടത് ഇടി എന്ന ഫിലിമിൽ. പിന്നീട് സായി പല്ലവി തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു ആ ന്യൂസ് തെറ്റാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ എന്തായാലും താൻ പ്ലേ ചെയ്യുന്നില്ല എന്ന്. അതിനുശേഷം അറിയാൻ കഴിഞ്ഞു നിവിൻ പോളിയുടെ ഹീറോയിനായിട്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ സായി പല്ലവി എത്തുന്നു എന്ന്. പക്ഷേ അതും തെറ്റായ വാർത്ത തന്നെയായിരുന്നു. ആ ഫിലിമിൽ ഹീറോയിനായിട്ട് എത്തിയത് അനു ഇമ്മാനുവൽ ആണ്. ഇതിനൊക്കെയും അപ്പുറം ഏറ്റവും വലിയ വാർത്തയായിട്ട് കേൾക്കാൻ കഴിഞ്ഞത് സായി പല്ലവി മോഹൻലാലിന്റെ നായികയായിട്ട് എത്തുന്നു എന്നതാണ്. മേജർ രവിയുടെ ചിത്രത്തിലാണ് സായി പല്ലവി മോഹൻലാലിന്റെ നായികയായിട്ട് എത്താൻ പോകുന്നത്. ഈ ഫിലിമിന്റെ അനൗൺസ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ വാർത്തകളൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ്. Mammootty sir and Mohanlal sir, I haven't worked because I mean, like